അല്ല നീ വരച്ച ചിത്രം കാണാനിതെന്തു ചന്തം, എല്ലാം നിൻ വരങ്ങൾ ഏകീവരങ്ങൾ, അടിമകൾ ഞങ്ങൾക്കായി അനുഗ്രഹങ്ങൾ, അനുഭൂതികൾ അതിശയങ്ങൾ. അല്ല നീ വരച്ച ചിത്രം കാണാനിതെന്തു ചന്തം, പുലരിയിലെ തുയിലുണരും ഈണങ്ങൾ, പുഞ്ചിരിയായി വിടരുന്ന പുഷ്പങ്ങൾ, മണ്ണും മനസ്സും തഴുകിയുണർത്തും പൂന്തന്നൽ, തെന്നൽ തഴുകിയുണർത്തും പലവിധ കുസുമങ്ങൾ, അതിൽ തേനും തേടി പാറും നേരെ ശലഭങ്ങൾ, അനുരാഗം മൂളും കിളികൾ കൂടും നിമിഷങ്ങൾ, പർവ്വതനിരയിൽ കിനിയും അരുവികളായിട്ടൊഴുകും പുഴയിൽ വന്നത് ചേരും സാഗരമായലിയും, വെൺമേഘങ്ങൾ കരിങ്കാർമുകിലുകൾ, മഴച്ചിന്തുകൾ മഞ്ഞിൻ കുളിർച്ചീളുകൾ, നിറക്കാഴ്ചകൾ നിന്റെ വരദാനങ്ങൾ. മാഷാ അല്ലാ മാഷാ അല്ലാ. ഇതിൻ്റെ പല്ലവി തുടക്കത്തിലെ വരികൾ സ്പോട്ടിൽ ഞാൻ അവിടുന്ന് പാടിയിട്ടുള്ളത്. അതിനെ ഞാൻ വിശ്വസിക്കുന്നത് ഭേദമില്ല, ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കഴിവല്ല, അതൊരു മെസ്സേജ് പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. നമ്മളതല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. ആ സ്ഥാനത്ത് അതിനോട് ജോയിൻ ചെയ്ത് പിന്നീട് അതിന് എന്താണോ അതിൻ്റെ കണ്ടിന്യൂറ്റി പറയാനുള്ളത് നമ്മൾ പ്രകൃതിയെ വർണ്ണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മനുഷ്യ ജീവിതത്തിന് ജൈവചക്രം, ഒരു സൈക്ലിംഗ് എങ്ങനെയാണ് പോകുന്നത്, അതുപോലെ തന്നെ പ്രകൃതിയിൽ എങ്ങനെ പർവ്വതനിരയിൽ നിന്ന് കിരിഞ്ഞങ്ങനെ വന്ന് അരുവികളായി പുഴയിൽ ചേർന്നു, അത് എല്ലാം കടലിൽ പോയി ചേർന്നു, വീണ്ടും നീരാവിയായി വെൺമേഘങ്ങളായി കാർമുകിലായി മാറി, പിന്നെ അത് അവിടെ പോയി പെയ്തു, പിന്നെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ലൈഫും എല്ലാ ജീവജാലങ്ങളും. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾക്കുള്ള തുടക്കങ്ങൾ മിക്കവാറും ഉണ്ടായിട്ടുള്ളത് ആക്സിഡൻ്റലി, നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇതേപോലുള്ള സന്ദർഭങ്ങളിലാണ്. ഉടനടി അത് എൻ്റെ സുഹൃത്തുക്കളാരെങ്കിലും അല്ലെങ്കിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് മൂന്നാമതൊരു ടൈപ്പ് ഓഫ് ലിറിക്സ് വരുന്നത്.